എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 13-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗദിത നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദകാൽ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സ മായാവി വിഷ്ണു, ആ മായാവിയായ വിഷ്ണു. ഹരതി ഭവദീയാം വസുമതീം, ഹരതി തട്ടിക്കൊണ്ടുപോയി. ഭവദീയാം അങ്ങയുടേതായ, വസുമതീം ഭൂമിയെ. പ്രഭോ കഷ്ടം കഷ്ടം, ഹേ സ്വാമിൻ മഹാകഷ്ടം തന്നെ. കിമിതമിതി തേനാഭിഗദിത, ഇതം കിം ഇതെന്താണ്. ഇതി തേന അഭിഗദിത, ഇങ്ങനെ നാരദ മഹർഷി ആ അസുരനെ നോക്കി പറഞ്ഞു. നദൻ ഗർജിച്ചുകൊണ്ട്. ക്വാസൗ ക്വാസൗ ഇതി, എവിടെ അവൻ എവിടെ അവൻ എന്ന്. സ അവൻ, ആര്? ഹിരണ്യാക്ഷൻ. മുനിനാദർശിതപഥു, നാരദമുനി കാട്ടിക്കൊടുത്ത വഴി പിടിച്ച്. ഭവന്തം സംപ്രാപത്, അങ്ങയെ സംപ്രാപിച്ചു അല്ലെങ്കിൽ കണ്ടെത്തി. ധരണിധരം, ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട്. ഉദഗാത് ഉദ്യന്തം, പ്രളയജലത്തിൽ നിന്ന് കയറി വരുന്ന അങ്ങയെ ഹിരണ്യാക്ഷൻ കണ്ടു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? മായാവിയായ വിഷ്ണു താങ്കളുടെ പിടിയിൽ നിന്ന് ഭൂമിയെ അപഹരിച്ചിരിക്കുന്നു. ഹേ സ്വാമി, ഇത് കഷ്ടമാണ്, ഇതെന്തൊരനാസ്ഥ. ഇപ്രകാരമുള്ള മുനിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു എവിടെ വിഷ്ണു എവിടെ എന്ന് ഗർജിച്ച ഹിരണ്യാക്ഷൻ നാരദനാൽ ദർശിക്കപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിയെ വഹിച്ചുകൊണ്ട് ജലത്തിൽ നിന്നുയർന്നു വരുന്ന അങ്ങയെ സമീപിച്ചു. ഇവിടെ ഭഗവാനെ എന്താ പറയുന്നേ? സമായാവി വിഷ്ണു. വിഷ്ണു സ്വതവേ മായാവി ആണ് എന്ന് പറയാം. എന്താ മായാവി? മായകൾ കാട്ടുന്നവൻ. ഭഗവാൻ ആ മായ തന്നെയാണ് ഇവിടെയും കാട്ടിയത് എന്നാണ് മുനി സൂചിപ്പിക്കുന്നത്. ഹിരണ്യാക്ഷൻ്റെ വിചാരം താൻ സമുദ്രത്തിനുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച ഭൂമി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഭഗവാൻ അതൊരു മുത്തങ്ങയെ പോലെ തേറ്റമേലേറ്റി പൊന്തിച്ചു കൊണ്ടുവന്നൂലോ. ഇന്നലെ പറഞ്ഞില്ലേ ആദ്യത്തെ ശ്ലോകത്തിൽ. ആ സമയത്താണ് ഹിരണ്യാക്ഷനെ കണ്ട് നാരദമുനി ഇങ്ങനെ ചോദിക്കുന്നത്. ഹേ സ്വാമി, ഇതെന്തൊരു കഷ്ടമാണ്. അങ്ങയുടെ പിടിയിലുള്ള ഭൂമിയെ മായാവിയായ വിഷ്ണു അപഹരിച്ചൂലോ എന്ന്. ഇങ്ങനെ മുനി പറയുമ്പോൾ അല്ലെങ്കിലേ ദേഷ്യത്തിലാണ് ഹിരണ്യാക്ഷൻ. ഒന്നുകൂടി ദേഷ്യം വന്നു. എന്നിട്ട് ചോദിക്കുക, എവിടെ വിഷ്ണു എവിടെ വിഷ്ണു എന്ന്. അത്ര കേൾക്കേണ്ട താമസേ ഉള്ളൂ. നാരദ മഹർഷി ഒരു മാർഗം കാണിച്ചു കൊടുത്തു. എങ്ങോട്ട്? ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരായാലും എവിടെ ഭഗവാൻ എന്ന് അന്വേഷിച്ച സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ എന്ന ഈശ്വരന് തുല്യമായ മുനീശ്വരന്മാർ നമുക്ക് ആ വഴി കാട്ടിത്തരും. അങ്ങനെ ഒരു ധ്വനി കൂടി ഈ ശ്ലോകത്തിലുണ്ട്. ഭഗവാൻ എവിടെ എവിടെ എന്ന് നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോഴോ ഏതെങ്കിലും ഒരു സത്സംഗിയുടെ മുന്നിൽ നമ്മൾ ഏതെങ്കിലും സുഹൃതം കൂടുന്ന നിമിഷം എത്തിപ്പെടും. പിന്നീട് ആ ഗുരുവിലൂടെ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാം. അതിനെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.